ഇന്നത്തെ സിനിമാ വാർത്തകളിലേക്ക് ഇവർക്കും സ്വാഗതം. വരുന്ന സെപ്റ്റംബർ 5-ാം തീയതി തിയേറ്ററുകളിലേക്ക് എത്തുന്ന വിജയ് ചിത്രം ദി ഗോട്ട് എന്ന സിനിമയുടെ കേരള ബുക്കിംഗ് നാളെ സെപ്റ്റംബർ 1-ാം തീയതി രാവിലെ 11 മണിക്ക് കേരളത്തിൽ ആരംഭിക്കുകയാണ്. ഇപ്പോഴത്തെ സിനിമയുടെ കേരള സ്ക്രീൻ കൗണ്ട് റിപ്പോർട്ട് കൂടി ഗോകുല മൂവീസ് ഒഫീഷ്യലായിട്ട് പുറത്തുവിടുമ്പോൾ റെക്കോർഡ് സ്ക്രീൻ കൗണ്ടും ഷോ കൗണ്ടും കേരളത്തിൽ ആദ്യ ദിവസം ലഭ്യമാകുന്ന സിനിമയായിട്ട് ഗോട്ട് മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ആദ്യ ദിവസം 700 സ്ക്രീനുകളിലായിട്ട് 4000-ലധികം ഷോകൾ സിനിമ കേരളത്തിൽ കളിക്കുമെന്നതാണ് ഒഫീഷ്യൽ അപ്ഡേറ്റ്. ലോകേഷ് സംവിധാനത്തിൽ രജനികാന്ത് നായകനെ എത്തുന്ന സിനിമയാണല്ലോ കൂലി. ചിത്രത്തിന്റെ ക്യാരക്ടർ പോസ്റ്റേഴ്സ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴത്തെ സൗബിന്റെയും നാഗാർജുനയുടെയും പോസ്റ്ററിന് പിന്നാലെ ശ്രുതി ഹാസന്റെയും സത്യരാജന്റെയും പോസ്റ്ററുകൾ ഇന്നും ഇന്നലെയുമായിട്ട് റിലീസ് ചെയ്തിരിക്കുകയാണ്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച മിസ്റ്ററി, ഹൊറർ, ത്രില്ലർ, ഫാന്റസി വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണല്ലോ തുമ്പാത്. ചിത്രം റിലീസ് ചെയ്യുകയാണ്. ഈ വരുന്ന സെപ്റ്റംബർ 13-ന് റിലീസ് ചെയ്യുന്ന ചിത്രത്തിന്റെ ഒഫീഷ്യൽ പോസ്റ്റർ എന്ന റിലീസ് ആയിരിക്കുകയാണ്. അങ്ങനെ നേരത്തെ തന്നെ റിലീസ് മാറ്റിവെക്കപ്പെട്ടു എന്ന റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്ന കങ്കുവയുടെ ഒഫീഷ്യൽ സ്റ്റേറ്റ്മെന്റ്, നിർമ്മാതാവിന്റെ സ്റ്റേറ്റ്മെന്റ് ഇന്ന് വന്നിരിക്കുകയാണ്. അത് പ്രകാരം സൂര്യക്ക് ആരെയും ഹർട്ട് ചെയ്യാനായിട്ട് താല്പര്യമില്ല, അതുകൊണ്ട് കങ്കുവയുടെ റിലീസ് മാറ്റിവെക്കുകയാണ്. ഇന്ത്യൻ സിനിമ ഇൻഡസ്ട്രിയുടെ അഭിമാന സിനിമയായിട്ട് കങ്കുവ മാറുമെന്നും സിനിമയുടെ അടുത്ത റിലീസ് തീയതി പ്രഖ്യാപനം ഉടനെ ഉണ്ടാകുമെന്നാണ് നിർമ്മാതാവിൽ നിന്ന് ലഭ്യമായിരിക്കുന്ന അപ്ഡേറ്റ്. അതേസമയം കങ്കുവ ഒക്ടോബർ 10-ൽ നിന്നും ഒക്ടോബർ 31-ന് പകരം നവംബർ 15 റിലീസ് പ്ലാൻ ചെയ്യുന്നു എന്നാണ് ഏറ്റവും അവസാനം വന്നിരിക്കുന്ന അപ്ഡേറ്റ്. ഇന്ത്യയിലെ തന്നെ അടുത്ത വമ്പൻ സിനിമകളിൽ ഒന്നാണ് വാർ 2. ഹൃതിക് റോഷൻ നായകനെ എത്തുന്ന ജൂനിയർ എൻടിആറും KR അദ്വാനിയും മറ്റു പ്രധാന റോളുകളിലെത്തുന്ന സിനിമയുടെയും ഒഫീഷ്യൽ പോസ്റ്ററുകൾ അണിയറയിൽ ഒരുങ്ങുകയാണ്. ഉടനെ തന്നെ അവ പുറത്തുവരും. കാത്തിരിക്കാം പോസ്റ്ററുകൾ കേട്ട്. ഈ വർഷം ഇനിയും പൃഥ്വിരാജ് സുകുമാരന് ഒരു സിനിമ കൂടി റിലീസ് ചെയ്യാനായിട്ടുണ്ട്. അത് മലയാളത്തിൽ നിന്നല്ല, അന്യഭാഷയിൽ നിന്നാണ്. ഷർസാമീൻ എന്നാണ് ചിത്രത്തിന്റെ പേര്. പൃഥ്വിരാജ്, കാജോൾ, ഇബ്രാഹിം അലിഖാൻ തുടങ്ങിയവരൊക്കെ പ്രധാന റോളുകളിലെത്തുന്ന സിനിമ കൂടിയാണ് ഷർസാമീൻ. ചിത്രത്തിന്റെയും ഒഫീഷ്യൽ പോസ്റ്ററുകൾ, അപ്ഡേറ്റുകൾ അണിയറയിൽ ഒരുങ്ങുന്നുണ്ട്. ഒക്ടോബർ റിലീസായിട്ട് സിനിമ തിയേറ്ററുകളിലേക്ക് എത്തിക്കാൻ പ്ലാൻ ചെയ്യുന്നു. വീഡിയോയിൽ അവസാനത്തെ അപ്ഡേറ്റ് ഷാജി കൈലാസിന്റെ മമ്മൂട്ടി ചിത്രം വെള്ളിയേട്ടൻ്റെതാണ്. പലതവണ കൈരളി ചാനലിൽ സംപ്രേഷണം ചെയ്ത സിനിമ റിലീസിന് തയ്യാറെടുക്കുന്നു എന്ന് കഴിഞ്ഞ ഒരു മാസത്തിനിടയിലായിരുന്നു റൂമേഴ്സ് പുറത്തു വന്നത്. ഇപ്പോഴത്തെ ആ റിപ്പോർട്ട് ഉറപ്പാക്കപ്പെട്ടിരിക്കുകയാണ്. നിർമ്മാതാവ് അറിയിച്ചത് പ്രകാരം 2025 ഓണക്കാലത്ത് സിനിമ തിയേറ്ററുകളിലേക്ക് റിലീസിനായിട്ട് എത്തുമെന്നും ചിത്രത്തിന്റെ റിലീസ് വർക്കുകൾ വൻ തുക മുടക്കി നിലവിൽ വിദേശ രാജ്യത്ത് നടക്കുകയാണ് എന്നാണ് ഏറ്റവും അവസാനം വന്നിരിക്കുന്ന അപ്ഡേറ്റ്. അപ്പോൾ കാത്തിരിക്കാം വെള്ളിയേട്ടൻ റിലീസിനായിട്ട് കൂടുതൽ ഇതുപോലുള്ള സിനിമാ വാർത്തകൾക്ക്.